ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ലീമായിലെ വിശുദ്ധ റോസയെക്കുറിച്ചാണ്. 1586 ഏപ്രിൽ മാസം 16 തീയതിയാണ് പെറുവിലെ ലീമ എന്ന നഗരത്തിൽ റോസ ജനിച്ചത്. റോസയുടെ മാതാപിതാക്കൾ ഗ്വാസൽ ഫ്ലോറൻസും അമ്മ മേരി ഒലിവയുമായിരുന്നു. അവളുടെ മാമോദീസ പേര് ഇസബെല്ല എന്നായിരുന്നു. എന്നാൽ ചെറുപ്പം മുതൽ വളരെ മനോഹരിയായ അവളെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം റോസ എന്ന ഓമന പേരിൽ വിളിക്കാൻ തുടങ്ങി. വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് റോസ ജനിച്ചത്. മാതാപിതാക്കൾ കൂലിവേല ചെയ്താണ് അവളെ വളർത്തിയത്. ചെറുപ്പം മുതൽ തന്നെ ഈശോയോടുള്ള സ്നേഹവും വളരെ സഹനശീലവും ക്ഷമാശീലവും എല്ലാം അവളിൽ പ്രകടമായിരുന്നു. താൻ ഈശോയ്ക്ക് വേണ്ടിയുള്ളവളാണ് എന്നൊരു ബോധ്യം വളരെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അവൾ ആഴ്ചയിൽ 3 ദിവസം വെറും റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ച് ഉപവസിക്കുകയും തൻ്റെ തോട്ടത്തിൽ രുചിയില്ലാത്ത സസ്യങ്ങൾ നട്ടുവളർത്തി അത് ഭക്ഷിക്കുകയും ചെയ്തു പോന്നിരുന്നു. അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ സഹായിക്കാനായിട്ട് അയൽ വീടുകളിൽ പോയി കൂലിവേല ചെയ്തും തുന്നൽപ്പണി ചെയ്തുമൊക്കെ അവൾ കുടുംബത്തെ സഹായിച്ചു. ലോകം നല്ലതെന്ന് കരുതിയ എല്ലാം ഈശോയുടെ സ്നേഹത്തെ പ്രതി അവൾ ഉപേക്ഷിച്ചു. തൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പ്രശംസിച്ച് പറഞ്ഞപ്പോഴൊക്കെ അവൾക്ക് ഭയമാണ് ഉണ്ടായിരുന്നത്. കാരണം താൻ മൂലം ആരെങ്കിലും പാപത്തിൽ വീണു പോയേക്കുമോ എന്നൊരു ചിന്ത അവളെ ഭയപ്പെടുത്തി. അതിനാൽ അവൾ വീടിന് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ മുഖവും കൈകാലുകളും ഒക്കെ വിരൂപമാക്കിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു കന്യാസ്ത്രീയാകണമെന്നൊരു ബോധ്യം ചെറുപ്പം മുതൽ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ആഗ്രഹം മാതാപിതാക്കളെ അറിയിച്ചപ്പോൾ അവളെ വിവാഹം ചെയ്തയക്കണം എന്നാഗ്രഹിച്ചിരുന്ന മാതാപിതാക്കൾ അത് നിരസിച്ചു. എങ്കിലും നിരന്തരമായ പ്രാർത്ഥനകളിലൂടെയും പരിഹാര പ്രവൃത്തികളിലൂടെയും തൻ്റെ 20ാമത്തെ വയസ്സിൽ റോസ അടുത്തുള്ള ഒരു ഡൊമിനിക്കൻ 3ാം സഭയിൽ അംഗമായി ചേർന്നു. പടത്തിൽ ചേർന്ന അന്ന് മുതൽ വളരെ കഠിനമായ തപശ്ചര്യകളുടെയും പ്രാർത്ഥനകളുടെയും അവളുടെ ജീവിതം മുമ്പോട്ട് പോയി. ഏകാന്ത പ്രാർത്ഥനയ്ക്കായിട്ട് മഠത്തിൻ്റെ അടുത്ത് തന്നെ അവളൊരു പർണശാല കെട്ടി അതിൽ താമസിച്ച് പ്രാർത്ഥിച്ചു വന്നു. റോസാപ്പൂക്കൾ കൊണ്ടുള്ള ഒരു കിരീടം അവൾ എപ്പോഴും അവളുടെ ശിരസിൽ ധരിച്ചിരുന്നു. അതിൻ്റെ അടിയിലായിട്ട് ഒരു മുൾക്കിരീടവും ധരിച്ചിരുന്നു. ലോകപാപത്തിനായി പരിഹാരമേറ്റ ഈശോയോടുള്ള പീഡാസഹനത്തിൽ പങ്കുചേരുന്നതിനായിട്ടായിരുന്നു ഇത്. പടത്തിൽ ചേർന്ന അന്നു മുതൽ നിരന്തരമായ രോഗങ്ങളും പീഡകളും അവളെ അലട്ടിയിരുന്നു. എന്നാൽ ഈ രോഗങ്ങളും പീഡകളും ഒന്നും കുറയാനല്ല അവൾ പ്രാർത്ഥിച്ചത്. തൻ്റെ രോഗങ്ങളും സഹനശക്തിയും വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവൾ ഈശോയോട് പ്രാർത്ഥിച്ചത്. റോസയുടെ മരണ ദിവസം അവൾ നേരത്തെ പ്രവചിച്ചിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ മരണക്കിടക്കയിലായിരിക്കുന്ന സമയത്ത് വൈദികൻ അവളുടെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ആ സമയം അവളുടെ അമ്മയും പടത്തിലുള്ള മറ്റു സഹോദരിമാരും ആ മുറിയിലുണ്ടായിരുന്നു. വൈദികൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അടുത്തുള്ള ദേവാലയത്തിൽ മണി മുഴങ്ങുന്ന ശബ്ദം കേട്ടു. അപ്പോൾ റോസ വൈദികനോട് ചോദിച്ചു, എന്താണ് ഈ സമയം മണി മുഴങ്ങുന്നത്? വൈദികൻ അവളോട് പറഞ്ഞു, ഇന്ന് വിശുദ്ധ ബർത്തലോമിയോയുടെ തിരുനാളാണ്. ഇത് കേട്ടതും അവളുടെ അമ്മ കരയാൻ തുടങ്ങി. കാരണം വിശുദ്ധ ബർത്തലോമിയോയുടെ തിരുനാൾ ദിവസം താൻ മരിക്കുമെന്ന് റോസ നേരത്തെ പ്രവചിച്ചിരുന്നു. അങ്ങനെ 1617 ഓഗസ്റ്റ് മാസം 23-ാം തീയതി റോസ സ്വർഗീയ സമ്മാനത്തിന് വിളിക്കപ്പെട്ടു. റോസയുടെ മരണ ദിവസം ലീമ നഗരം മുഴുവൻ സുഗന്ധപൂരിതമായി. ആകാശത്തു നിന്നും റോസാപ്പൂക്കൾ ലീമ നഗരം മുഴുവൻ വർഷിക്കപ്പെട്ടു. ലീമ നഗരവാസികൾ മുഴുവനും റോസയുടെ വിയോഗത്തിൽ പങ്കുചേർന്നു. 1671 10ാം ക്ലെമന്റ് മാർപ്പാപ്പ അവളെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. അമേരിക്കയിൽ നിന്ന് വിശുദ്ധിയാകുന്ന ആദ്യത്തെ ആൾ എന്നുള്ള ഒരു ബഹുമതിയും അവൾക്ക് ലഭിച്ചു. ഈ ലോക ജീവിതം വെറും നശ്വരമാണെന്നും ഈശോയോടുള്ള സ്നേഹം ആണ് നമ്മളെ പൂർണ്ണതയിൽ എത്തിക്കുന്നതെന്നും റോസയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. വിശുദ്ധ റോസയെ പോലെ നമുക്കും ഈശോയുടെ സന്നിധിയിൽ എത്തിച്ചേരുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ലീമായിലെ വിശുദ്ധ റോസയെ വിശുദ്ധ ജീവിതം നയിക്കുന്നതിനായിട്ടുള്ള കൃപയ്ക്കായി ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.